Today's topic, symmetric and skew symmetric matrices. A square matrix A is symmetric if A transpose is equal to A and skew symmetric if A transpose is minus A. ഒരു സ്ക്വയർ മെട്രിക്സ് സിമെട്രിക് ആകണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് ആ മെട്രിക്സിനോട് തന്നെ ഈക്വൽ ആയിരിക്കണം. എ എന്നൊരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആകണമെങ്കിൽ എ ട്രാൻസ്പോസ് മൈനസ് എയോടാണ് ഈക്വൽ ആകേണ്ടത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 1 2 3 2 5 7 3 7 3. ദെൻ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 2 5 7 3 7 3. A transpose is matrix 1 2 3 2 5 7 3 7 3. Clearly, A transpose is same as A. Therefore, this matrix A is a symmetric matrix. സിമെട്രിക് മെട്രിക്സ് ആണോ എന്നറിയാൻ എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എ തന്നെ കിട്ടിയാൽ സിമെട്രിക് ആയിരിക്കും. അല്ലാതെ തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ്. കറസ്പോണ്ടിങ് റോസും കോളംസും ഈക്വൽ ആയാൽ മതി. ഫസ്റ്റ് റോ 1 2 3 is same as first column 1 2 3. Second row 2 5 7 is same as second column 2 5 7. Third row 3 7 3 is same as third column 3 7 3. Therefore, A is symmetric. Another example, B is equal to matrix 0 2 3 minus 2 0 1 minus 3 minus 1 0. B transpose is matrix 0 minus 2 minus 3 2 0 minus 1 3 1 0. ക്ലിയർ ആണ്. ഇത് മൈനസ് ബിക്ക് തുല്യമാണ്. നമ്മളിവിടെ മൈനസ് പുറത്തെടുക്കുന്നു. ഒരു മെട്രിക്സിൽ നിന്ന് മൈനസ് പുറത്തെടുക്കാൻ അതിലെ എല്ലാ എലമെന്റ്സിൽ നിന്നും മൈനസ് പുറത്തെടുക്കുക. 0 2 3 പ്ലസ് 2 നിന്ന് മൈനസ് പുറത്തെടുത്താൽ മൈനസ് 2 0 പ്ലസ് 1 പ്ലസ് 3 നിന്ന് മൈനസ് പുറത്തെടുക്കുമ്പോൾ മൈനസ് 3 മൈനസ് 1 0. ഈ മെട്രിക്സ് ക്ലിയർ ആയിട്ടും ബി ആണ്. ദെർഫോർ ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് ബി. ഒരു മെട്രിക്സ് സ്ക്യൂഡ് സിമെട്രിക് ആകണമെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് അതിന്റെ നെഗറ്റീവിനോട് ഈക്വൽ ആയാൽ മതി. ഹിയർ ബി ട്രാൻസ്പോസ് ഈസ് മൈനസ് ബി. ദെർഫോർ ബി ഈസ് സ്ക്യൂ സിമെട്രിക്. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് റോ 0 2 3 ഫസ്റ്റ് കോളം 0 മൈനസ് 2 മൈനസ് 3. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിഹ്നം വരുന്നു. സെക്കൻഡ് റോ മൈനസ് 2 0 1. സെക്കൻഡ് കോളം പ്ലസ് 2 0 മൈനസ് 1. തേർഡ് റോ മൈനസ് 3 മൈനസ് 1 0. തേർഡ് കോളം പ്ലസ് 3 പ്ലസ് 1 0. അങ്ങനെ കറസ്പോണ്ടിങ് റോസും കോളംസും അതിന്റെ ഓപ്പോസിറ്റ് സൈനോട് വന്നാൽ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഹിയർ ബി ഈസ് സ്ക്യൂ സിമെട്രിക്. അടുത്തത് ഒരു തിയറി പാർട്ടാണ്. എവരി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എല്ലാ സ്ക്വയർ മെട്രിക്സിനെയും ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റില് ഞാൻ ഇതിന്റെ തിയറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ ദിസ്, കൺസിഡർ ദ സ്ക്വയർ മെട്രിക്സ് എ. P is equal to half into A plus A transpose. Q is equal to half into A minus A transpose. P is equal to half into A plus A transpose. Q is equal to half into A minus A transpose. ഇത് നിങ്ങളെ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. Now, P transpose is equal to half into A plus A transpose the whole transpose. കോൺസ്റ്റന്റ് വെളിയിലെടുക്കാം. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. പ്രോപ്പർട്ടി അനുസരിച്ച് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ദെർഫോർ ഹാഫ് ഇൻറ്റു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. This is equal to half into A transpose plus A transpose the whole transpose is by property A. Half into
A plus A transpose. That is same as P. Therefore, P is symmetric. P transpose is same as P. Therefore, P is symmetric. Similarly, Q is half into A minus A transpose. Q transpose is equal to half into A minus A transpose the whole transpose. P ചെയ്തതുപോലെ തന്നെ ആദ്യം കോൺസ്റ്റന്റ് പുറത്തെടുക്കുക. A minus A transpose the whole transpose. നമുക്കറിയാം A minus B the whole transpose is A transpose minus B transpose. Therefore, A transpose minus A transpose the whole transpose. This is equal to half into A transpose minus A transpose the whole transpose is A. മൈനസ് പുറത്തെടുക്കുന്നു. എ ട്രാൻസ്പോസിൽ നിന്ന് മൈനസ് എടുത്താൽ മൈനസ് എ ട്രാൻസ്പോസ്. മൈനസ് എയിൽ നിന്ന് മൈനസ് എടുത്താൽ പ്ലസ് എ. നമ്മൾ അത് ആദ്യം എഴുതുന്നു. എ മൈനസ് എ ട്രാൻസ്പോസ്. മൈനസ് എയിൽ നിന്ന് മൈനസ് പുറത്തെടുത്തപ്പോൾ പ്ലസ് എ ട്രാൻസ്പോസിൽ നിന്ന് മൈനസ് പുറത്തെടുത്തപ്പോൾ മൈനസ് എ. Therefore, this is same as minus Q. Q transpose is minus Q. Therefore, Q is skew symmetric. Now, P plus Q. P plus Q is equal to half into, what is P? Half into A plus A transpose plus half into A minus A transpose. P plus Q. Half is common. Half into A plus A transpose plus A minus A transpose. A minus A transpose minus A transpose plus A transpose cancel out. A plus A 2A. Therefore, half into 2A, that is A. Therefore, A is equal to P plus Q. A is equal to P plus Q, where P is symmetric and Q is skew symmetric. അതായത് എയെ നമ്മൾ രണ്ട് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതി P plus Q, where P is symmetric and Q is skew symmetric. അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. എക്സ്പ്രസ് A is equal to matrix 2 minus 2 minus 4 minus 1 3 4 1 minus 2 minus 3 as the sum of a symmetric and a skew symmetric matrix. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. P is equal to half into A plus A transpose. P is symmetric. Q is equal to half into A minus A transpose. Q is skew symmetric. ഉറപ്പായിട്ടും P plus Q A ആയിരിക്കും. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. പ്രോബ്ലം ഇതാണ്. എക്സ്പ്രസ് A is equal to matrix 2 minus 2 minus 4 minus 1 3 4 1 minus 2 minus 3 as the sum of a symmetric and a skew symmetric matrix. P is equal to half into A plus A transpose. Q is equal to half into A minus A transpose. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റിൽ നമ്മൾ A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു. A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി എഴുതുക, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായി എഴുതുക, തേർഡ് റോ തേർഡ് കോളമായിട്ട് എഴുതുക. Therefore, A transpose is matrix 2 minus 1 1 minus 2 3 minus 2 minus 4 4 minus 3. Now P is equal to half into A plus A transpose. എയും A ട്രാൻസ്പോസും കൂടെ ആഡ് ചെയ്യുക. 4 minus 3 minus 3 minus 3 6 2 minus 3 2 minus 6. This is equal to 2 minus 3 by 2 minus 3 by 2 minus 3 by 2 3 1 minus 3 by 2 1 minus 3.
ഈ മെട്രിക്സിനകത്തെ എല്ലാ എലമെൻസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർലി ദിസ് മെട്രിക്സ് P is symmetric. First row is same as first column. Second row is same as second column. Third row is same as third column. Therefore, you write P is symmetric. Now Q. Q is equal to half into A minus A transpose, half into matrix 0, -1, -5, 1, 0, 6, 5, -6, 0. ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്യാൻ എല്ലാ എലമെൻസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0, -1/2, -5/2, 1/2, 0, 3, 5/2, -3, 0. ക്ലിയർ ആയിട്ടും ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. കറസ്പോണ്ടിങ് റോസും കോളംസും ഓപ്പോസിറ്റ് സൈനോടെ വരണം. ഫസ്റ്റ് റോ 0, -1/2, -5/2, 0, +1/2, +5/2, half 0, 3, -half 0, -3. Third column -5/2, 3, 0. Third row +5/2, -3, 0. Clearly Q is skew symmetric. സ്റ്റെപ്സ് ഇതുപോലെ തന്നെ എഴുതേണ്ടതാണ്. Now P plus Q ഉറപ്പായിട്ടും A ആയിരിക്കും. നിങ്ങളത് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. P plus Q is equal to A എന്ന് വെറുതെ എഴുതിയാൽ മതി. സ്റ്റെപ്സ് ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് റൈറ്റ് A transpose, then find P is equal to half into A plus A transpose. P will be symmetric. Second step, Q is equal to half into A minus A transpose. Surely Q will be skew symmetric and P plus Q is equal to A. വളരെ important problem ആണ്. Next problem, for any square matrix A, prove that A plus A transpose is symmetric and A minus A transpose is skew symmetric. ഇവിടെ A തന്നിട്ടില്ല, തിയറി പ്രോബ്ലം ആണ്. First we want to prove that A plus A transpose is symmetric. Symmetric ആണെന്ന് പ്രൂവ് ചെയ്യാൻ ട്രാൻസ്പോസ് എടുക്കുക. പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം. First property, A plus B the whole transpose is equal to A transpose plus B transpose. Therefore, here A transpose plus A transpose the whole transpose is equal to A transpose plus A transpose the whole transpose is same as A. Therefore, A transpose plus A, that is A plus A transpose. A plus A transpose the whole transpose is A plus A transpose. Therefore, A plus A transpose is symmetric. Second problem, A minus A transpose is skew symmetric. Skew symmetric ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ട്രാൻസ്പോസ് എടുക്കുന്നു. A minus A transpose the whole transpose is A transpose minus A transpose the whole transpose. A minus B the whole transpose is A transpose minus B transpose. This is equal to A transpose minus A transpose the whole transpose is A. മൈനസ് പുറത്തെടുക്കുക. നെഗറ്റീവ് കോമൺ എടുക്കുമ്പോൾ A transpose becomes minus A transpose, minus A becomes A. പോസിറ്റീവ് ആദ്യം എഴുതുന്നു. A minus A transpose. Minus A transpose. That is A minus A transpose the whole transpose is minus of A minus A transpose. Therefore, A minus A transpose is skew symmetric. Next problem, if A and B are symmetric matrices, show that AB minus BA is skew symmetric. Here given that A and B are symmetric matrices. Since A is symmetric, A transpose is equal to A. And B is symmetric, B transpose is equal to B. Given.
Now we want to prove that AB minus BA is Q symmetric. AB minus BA Q symmetric ആണെന്ന് പ്രൂവ് ചെയ്യാൻ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. AB minus BA the whole transpose is AB transpose minus BA transpose. AB the whole transpose minus BA the whole transpose. AB the whole transpose is B transpose A transpose, reversal law of transposes. Similarly, BA the whole transpose is A transpose B transpose. B transpose is given as B, A transpose is A, BA minus AB. മൈനസ് നമ്മൾ പുറത്തെടുക്കുന്നു. മൈനസ് പുറത്തെടുക്കുമ്പോൾ എ ബി മൈനസ് ബി എ. Therefore, AB minus BA the whole transpose is minus of AB minus BA. Therefore, what? AB minus BA is skew symmetric. Next problem. If A and B are symmetric matrices, show that AB is symmetric if and only if AB is equal to BA. We want to prove that AB is symmetric if and only if AB is equal to BA. If and only if prove ചെയ്യാൻ ആദ്യം ഫസ്റ്റ് പാർട്ട് അസ്യൂം ചെയ്ത് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യണം. അതിനുശേഷം സെക്കൻഡ് പാർട്ട് അസ്യൂം ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് അസ്യൂം ദാറ്റ് AB is symmetric. And we have to prove that AB is equal to BA. Since AB is symmetric, AB transpose is same as AB. AB transpose AB തന്നെ ആയിരിക്കും. And what is AB transpose? B transpose A transpose is equal to AB. B transpose is same as B. A transpose is same as A. Why? Since given that A and B are symmetric. A symmetric ആയതുകൊണ്ട് A transpose A ആണ്, B transpose is B. അത് തന്നിട്ടുണ്ട്. Therefore, B transpose is B, A transpose is A, BA is equal to AB. BA is equal to AB. രണ്ടാമതായി അസ്യൂം ചെയ്യുക, assume that AB is equal to BA. Here we want to prove that AB is symmetric. Given that AB is BA, prove that AB is symmetric. Also, given that A transpose is equal to A and B transpose is equal to B, A യും B യും സിമെട്രിക് ആണെന്ന് തന്നിട്ടുണ്ട്. എ ബി സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് B transpose A transpose, reversal law. This is equal to B transpose is B, A transpose is A. എന്തുകൊണ്ടാണ്? B and A are symmetric എന്ന് തന്നിട്ടുണ്ട്. And BA is equal to AB. അതാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. AB is equal to BA. AB transpose is equal to AB. Therefore, what? AB is symmetric. ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക.